ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോത്തിൻ്റെ ബോട്ടിയാണ് കറി വയ്ക്കാൻ പോകുന്നത്. തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ ബോട്ടി കറി വയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബോട്ടി നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് ശരിക്കും ഒന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലിത്തിരി ഉപ്പും 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെ കറി വയ്ക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടിയും ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് ബോട്ടി കറി എങ്ങനെയാണെന്ന് തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിന് വേണ്ട അരപ്പ് നമുക്ക് വറക്കാനുള്ള മസാലകളെല്ലാം എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് കൊപ്രയാണ്, ഉണക്കത്തേങ്ങ. അതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പച്ചത്തേങ്ങയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉണക്കത്തേങ്ങയാണെങ്കിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഈസിയാണ്. നല്ല കളറ് കിട്ടും കറിക്ക്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ആയി കിട്ടണം, പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വറുക്കാനായിട്ട് സ്റ്റൗവിൽ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ആദ്യം ഫ്രൈ ചെയ്യാം. ഉള്ളിയൊക്കെ കുറച്ച് അധികം എടുക്കുക, ഇഞ്ചിയും ഉള്ളിയൊക്കെ കുറച്ച് അധികം എടുക്കുക. വറുത്തരച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് അധികം ഉള്ളിയും ഇഞ്ചിയൊക്കെ എടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ വെളുത്തുള്ളിയും കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക. ഇതൊരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്രഷ് ചെയ്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ തന്നെ വറുക്കണം, എന്നാലേ കറിക്ക് നല്ല കളർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന ബോട്ടി കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിരുന്നു. അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്ന് ചൂടാറട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങ ശരിക്കും ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മീറ്റ് മസാല ഇട്ടെടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ നോക്കണം, കാരണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മളിത് വറുത്ത് കഴിഞ്ഞു. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ പൊടിച്ചിട്ടിട്ടുണ്ട്. വെള്ളം ചേർത്ത് പൊടിക്കരുത്. വെള്ളം ചേർത്ത് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളറ് മാറി ഇത്തിരി യെല്ലോ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ച ബോട്ടി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. ഇത് വേവിച്ച സൂപ്പ് ഇതിലുണ്ട്, അത് കളയണ്ട. നമുക്ക് കറിയിൽ ഒഴിക്കാനുള്ളത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം നമുക്ക് ഇവിടെ ഒരു ഉരുളി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകൊക്കെ നമുക്ക് വഴറ്റാനിടാം. അത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബോട്ടി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നല്ലതുപോലെ വഴണ്ടി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബോട്ടി ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
വലിയ പീസാക്കിയും കട്ട് ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ ഇതിനേക്കാളും ചെറിയ പീസാക്കിയും കട്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു മീഡിയം ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ ബോട്ടി എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. കടലയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത്. കടല വേവിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മൾ വഴറ്റാൻ വെച്ചിരിക്കുന്ന സവാള ഒന്ന് ഇളക്കി കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വഴഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. മസാല നമ്മൾ തേങ്ങ എല്ലാം കൂടി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം നമ്മൾ തേങ്ങ വറുത്തതിൻ്റെ കൂടെ ഇട്ടതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടതാണ്. അതുകൊണ്ട് ഇനി നമുക്ക് വേറെ ഒന്നും ചേർക്കാനില്ല. പിന്നെ നമുക്ക് വറുത്തരച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ ഇതേ കളർ കിട്ടില്ല, കുറച്ചും കൂടി ഒരു യെല്ലോ കളറായിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് വെള്ളം ചേർക്കാതെ ഇത് അരയ്ക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ ബോട്ടി വേവിച്ച് വെള്ളം കുക്കറിലുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബോട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് കൊടുക്കാം. കടലയിൽ ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, ബോട്ടിയിലും ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. എന്നാലും ഉപ്പ് പോരാതെ വരും, നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. മൂടി വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മസാല, ഈ അരപ്പിൻ്റെ ഇതൊക്കെ ശരിക്കും ബോട്ടിയിലും അതുപോലെ തന്നെ കടലയിലൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബോട്ടി കറി റെഡി ആയി കഴിഞ്ഞു. 2-3 മിനിറ്റും കൂടി നമുക്ക് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ വറുത്തരച്ച് നമ്മൾ ബോട്ടി കറി വെച്ച് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവരും വെക്കണ ഒരു കാര്യമാണിത്. കടലയൊക്കെ ചേർത്ത് ഞാൻ ഏത്തക്കായ ഇട്ട് ഇതുപോലെ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചൂടോടെ തന്നെ ഒന്ന് സെർവ് ചെയ്യാം. ഈ കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല, പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.